ഈ പ്രകൃതിയിലുണ്ടാകുന്ന ചൂട് നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ക്ഷീണം തോന്നും. ഇതിനെ ആദാനകാലം എന്നാണ് ആയുർവേദം പറയുന്നത്. ആദാനകാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിക്ക് വളരെയധികം പവർ കൂടുകയും എന്നിട്ട് നമ്മളുടെ എനർജി പ്രകൃതി വലിച്ചെടുത്തുകൊണ്ട് നമ്മൾക്ക് ക്ഷീണം വരുത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പരിഹരിക്കേണ്ടത് നല്ല ആഹാര വിഹാരാദികൾ കൊണ്ട് തന്നെ പരിഹരിക്കണം. ഏറ്റവും നന്നായി ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരേ ഒരു വൈദ്യശാസ്ത്രം ആയുർവേദമാണ്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് എന്തൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആയുർവേദം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ കഴിക്കേണ്ട മെയിൻ ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് 1 ഗോതമ്പാണ്, 2 നവരയരി, 3ാമത്തത് കുത്തരി, പിന്നെ 1 യവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർലി എന്നറിയപ്പെടുന്ന ഭക്ഷണപദാർത്ഥമാണ്. പിന്നെ ഇതിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ വെണ്ണ, അതേപോലെ നെയ്യ്. ഇത് രണ്ടും ഈ ഒരു സീസണിൽ ധാരാളമായി ഉപയോഗിക്കണം. ഈ ഒരു സീസണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ അല്പം ദ്രവരൂപത്തിലുള്ളതും സ്നിഗ്ധത കുറച്ച് കൂടിയതും മധുരരസപ്രധാനമായതും ദഹിക്കാൻ എളുപ്പമുള്ളതും ആയിരിക്കണമെന്ന് ആയുർവേദം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഞ്ഞിയാണ് എപ്പോഴും രാത്രിയിൽ നല്ലത്. രാത്രിയിൽ കഴിക്കുന്ന കഞ്ഞിയുടെ കൂടെയും ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ കൂടെയും നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഈ മെയിൻ ആഹാരത്തെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എങ്ങനെയൊക്കെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താം, അതെങ്ങനെയാണ് അനുയോജ്യമാവുന്നത്, അതിലുള്ള കണ്ടൻറ്റുകൾ ആയുർവേദ രീതിയിൽ ആയുർവേദം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞാൻ മെയിൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുക, ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.